കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക. KSU, യൂത്ത് കോൺഗ്രസ്, SFI, DYFI, AISF, അതുപോലെ AYF, അതുപോലെ യുവമോർച്ച, പിന്നെ അത് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥി ABVP തുടങ്ങി ഇപ്പുറത്തെ യൂത്ത് ലീഗ്, പിന്നെ വിദ്യാർത്ഥി ലീഗ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു യൂണിയൻ, നിങ്ങളുടെ ഒരു യൂണിറ്റി കേരളത്തിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു നേതാവായി നിൽക്കുന്ന ഷഹനാസ് പറഞ്ഞിരിക്കുന്ന കേട്ടല്ലോ. അവർ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ എന്തിന് നീ ഒറ്റയ്ക്ക് പോയി, ഞാനും കൂടെ വരുമായിരുന്നല്ലോ, നമ്മൾ ഒന്നിച്ച് പോയില്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചതായി മെസ്സേജ് ഇട്ടതായി ആ സ്ത്രീ പറയുന്നു. അവർ കൊണ്ടുവന്ന്, ആ വനിത കൊണ്ടുവന്ന് ഷാഫി പറമ്പിലിനോട് പരാതി പറയുന്നു. അപ്പൊ ഷാഫി പറമ്പിൽ ചോദിച്ചില്ല, ഷാഫി പറമ്പിലിന് മനസ്സിലിരുന്നത് നീ എന്നെ കൂടെ വിളിച്ചില്ലല്ലോ എന്നാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ത്രീയാണ് പറഞ്ഞതെങ്കിൽ നമുക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയാണ് വന്നതെങ്കിൽ നമുക്ക് പറയാം ഹണി ട്രാപ്പ് എന്നോ അല്ലെങ്കിൽ തട്ടിപ്പെന്നോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ട്രാപ്പ് എന്നോ, ഗ്രൂമിംഗ് എന്നോ, ഗ്ലാസി ട്രാപ്പ് എന്നോ ഒരുപാട് പേരുകൾ പറയും. അങ്ങനെ പേരുകൾ പറയാം നമുക്ക്. പക്ഷെ ഇത് അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ അല്ലല്ലോ, നിരവധി സ്ത്രീകൾ വന്നിരുന്നു. പിന്നെ KPCC സംബന്ധിച്ചിടത്തോളം അവർ പൊട്ടത്തരമാണ് കാണിച്ചത്. അവർക്ക് ഇന്നലെ ഒരു ഇത് കിട്ടിയല്ലോ, പരാതി കിട്ടിയല്ലോ. അത് ആ പരാതിയിലെ ഗ്രാമർ ഒക്കെ നോക്കുമ്പോൾ വേറെ ആരോ എഴുതിയതായിട്ടാണ് ആ പരാതി. അങ്ങനെയാണെങ്കിൽ പേരില്ലാത്ത പരാതി എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല? ഈ സണ്ണി ജോസഫ് ഒരു പ്രാക്ടിക്കലായി അറിയാനുള്ള ഒരു നേതാവല്ലയോ? അതെന്തിനാണ് DGPക്ക് എടുത്തു കൊടുത്തത്? അദ്ദേഹം അതിന്റെ DGPക്ക് കൊടുക്കുന്ന പോലെ അതിന് ആ പേപ്പർ പബ്ലിഷ് ചെയ്യണ്ടേ? കാരണം ഒരു നാഥനും തലയും വരയും തന്തയും പിതാവും അച്ഛനും ഒന്നും ഇല്ലാത്ത, ഒരു മാതാവും ഒന്നും ഇല്ലാത്ത ഒരു ലെറ്റർ, ആ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ അത് മറ്റാരോ ഡ്രാഫ്റ്റ് ചെയ്താണെന്ന് ഒരാളിന് വേണ്ടി മറ്റൊരാൾ ഡ്രാഫ്റ്റ് ചെയ്തത് പോലെ തോന്നുന്ന ഒരു ലെറ്റർ, അത് പുറത്തുവിടണ്ടായിരുന്നോ? അത് പുറത്തു വിട്ടൂല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാ പാർട്ടിയിലും ഷാഫി പറമ്പലിനോട് ഷഹനാസ് എന്ന് പറയുന്ന പെൺകുട്ടി പരാതി പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ, KSUവിന്റെ നേതാക്കൾ, പെൺകുട്ടികൾ ഈ പൂവാലന്മാരെ കൊണ്ട്, കോഴിപിടിയന്മാരെ കൊണ്ട് തകർന്നു എന്ന് പറഞ്ഞ് പാർട്ടിക്ക് പരാതി കൊടുത്തിട്ട് പാർട്ടി അന്വേഷിക്കുന്നില്ല. പണ്ടൊരു കഥയുണ്ട്, ഞാൻ ഒരു പാർട്ടിയല്ല പറയുന്നത്, എല്ലാ പാർട്ടികളെയും കുറിച്ച് ചിന്തിക്കേണ്ട പുതിയ ചിന്തയുടെ കാര്യമാണ്. എല്ലാ പാർട്ടിയിലും പെണ്ണുപിടിയന്മാരാണെന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇത് ചിന്തിക്കേണ്ടേ സമൂഹം? രാഷ്ട്രീയത്തിൽ ഇറങ്ങി പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ അവരുടെ അനുവാദമില്ലാതെ അവരെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ സ്ത്രീകൾക്ക് വരാൻ പറ്റുമോ? പണ്ടൊരു സിന്ധു ജോയി ഇതുപോലെ വന്ന് SFIയിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ മനസ്സ് ഉറക്കാതെ അവരൊക്കെ പോയി. തിരുവനന്തപുരത്ത് പല ആളുകളുടെ പേര്, ഞാൻ പേര് പറയുന്നില്ല, രാജ്യസഭയിൽ പോയവർ, ലോകസഭയിൽ പോയവർ, അല്ലെങ്കിൽ പല സ്ഥലത്ത് പോയവർ, അല്ലെങ്കിൽ പാർട്ടിയിൽ വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന സ്ത്രീകളെ കുറിച്ച് മറ്റ് സ്ത്രീകൾ പറയുന്നതൊക്കെ വളരെ മോശം അഹത്തള കഥകളാണ്. ഞാൻ ആരെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിപരമായ ഒരാളിന്റെ പേര് പറയാനോ ഒരു സൂചന പോലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും, അവർ ലോകസഭാ അംഗമായാലും രാജ്യസഭാ അംഗമായാലും സംസ്ഥാനത്ത് അംഗമായാലും പാർട്ടി നേതാക്കളാകാൻ വേണ്ടിയിട്ടൊക്കെ വളരെ വലിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, ഇന്ന് അദ്ദേഹം കോൺഗ്രസിൽ ഇല്ല, ഒരു വലിയ നേതാവ് തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ചതിന് ശേഷം ആ നേതാവ് സ്ഥാനാർത്ഥിത്വം, ആ നേതാവ് കേരളത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാൻ വന്ന ആ നേതാവിന് തന്റെ വേണ്ടപ്പെട്ട ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇവിടുത്തെ വളരെ പ്രമുഖനായൊരു നേതാവ്, ഇതെല്ലാം എനിക്കറിയാം, പലരും പറഞ്ഞിട്ടാണ് പറഞ്ഞു, നേതാവ് പെൺകുട്ടികളെ സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ബാക്കി പറയുന്നില്ല. എന്റെ വീഡിയോയിൽ കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ചാനലിൽ. അങ്ങനെയും ഒരു പഴയ കഥയുണ്ട്. ഇന്ന് ആ നേതാവ് കോൺഗ്രസിലുണ്ടോ, മരിച്ചുപോയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. കേന്ദ്രത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് AICCയുടെ ആളായിട്ട് ഇവിടെ വരികയും അദ്ദേഹത്തിന് സ്ത്രീകളോട് വലിയ താല്പര്യമുണ്ടാവുകയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സ്ത്രീകളോട് താല്പര്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി ഒരു ചെറുപ്പക്കാരി സ്ത്രീയെ ചാവേറായി കൊടുത്ത വലിയ നേതാവുണ്ട് ഇവിടെ. ആ നേതാവ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കയ്യിൽ അതിന്റെ ഡേറ്റയുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ, ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഇതൊക്കെ അറിഞ്ഞിരുന്നതാണ്. ഇതൊക്കെ KPCCയുടെയും AKG സെന്ററിന്റെയും മാരാജി ഭവൻ ഇപ്പൊ പുതിയതായിട്ട് പണിതെങ്കിലും BJP ഓഫീസുകളുടെ ഒക്കെ അകത്തളങ്ങളിൽ ചുവരുകൾക്കും അതുപോലെ തന്നെ അവിടുത്തെ തൂണുകൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ അത് ഷാഫി പറമ്പിലിന്റെ ശ്രദ്ധയപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ അത് KPCCയുടെ എത്തിക്സ് കമ്മിറ്റിയിൽ, എല്ലാ പാർട്ടിയിലും ഇപ്പൊ എത്തിക്സ് കമ്മിറ്റി വെക്കേണ്ട സമയമായി. എല്ലാ പാർട്ടിയിലും എത്തിക്സ് കമ്മിറ്റി വേണം. എത്തിക്സ് കമ്മിറ്റി വെച്ചിട്ട് എത്തിക്സ് കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യണ്ടേ? പെൺകുട്ടികൾക്ക് വർക്ക് ചെയ്യണ്ടേ? ഏതെങ്കിലും സ്ഥാനമാനം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനം, പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെ ആകണമെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി, ഡയറക്ടർ പോസ്റ്റ് മുതൽ ഏതെങ്കിലും പോസ്റ്റുകൾ വേണമെങ്കിൽ നേതാക്കൾക്ക് കിടക്കാൻ ആളെ കൊടുത്തുമേ ഇവിടെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റൂ, സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്യണം. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോ
ആ രാഹുൽ മാങ്കുട്ടത്തിൽ ചതിച്ച കുറെ അതിജീവിതകളുടെ കഥ മാത്രമല്ലത്. ഇത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. ചാനലുകൾ കേൾക്കുന്നു അങ്ങനെ വിഷയങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിലാണല്ലോ മരംമുറി പോലുള്ള വളരെ പ്രധാനപ്പെട്ട ചാനലുകൾ പലതുമുണ്ട്. ആ ചാനലിൽ ഉൾപ്പെടെ വന്നല്ലോ സ്ത്രീ വിവാദം വന്നല്ലോ. സ്ത്രീ പെൺകുട്ടികൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മരമുറി ചാനലിനെതിരെയല്ലേ അതിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടികൾ വോയിസ് ഇടുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ ചാനലിലായാലും പത്രങ്ങളിലായാലും അതുപോലെ രാഷ്ട്രീയ രംഗത്തായാലും ഇത് ഒരു വലിയ പ്രശ്നമായി വന്നിരിക്കുകയാണ് കേരളത്തിൽ. അപ്പൊ സ്ത്രീകൾക്ക് ജോലി ചെയ്യണ്ടേ? സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ലൈംഗികമായോ അല്ലാതെയോ ബന്ധപ്പെടുകയോ ബന്ധപ്പെടാതിരിക്കുകയോ സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ പ്രാന്താവുകയോ എന്തോ ചെയ്തോളൂ, അതെല്ലാം സ്വകാര്യമാണ്. പക്ഷെ അത് ട്രാപ്പ് ചെയ്യും. ഹണി ട്രാപ്പ് പോലെ ലവ് ട്രാപ്പും റൊമാൻറ്റിക് ട്രാപ്പും അല്ലെങ്കിൽ കിഡ്നാപ്പും തുടങ്ങിയ എന്തെല്ലാം പരിപാടികളാണ് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയൊക്കെ കേൾക്കുന്നത്. ഹോം സ്റ്റേയിൽ കൊണ്ടുപോയ കഥ കേൾക്കുന്നു. എത്തൊക്കെ കഥകളാണ് കേൾക്കുന്നത്. എത്ര അപകീർത്തിപരമായ അശ്ലീലമാണ് കേരളത്തിൽ കേൾക്കുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ വന്നതിനെ ന്യായീകരിക്കുന്ന കുറെ മുതിർന്ന നേതാക്കൾ, ഇതിന് പിതൃത്വം കൊടുക്കുന്ന പേട്ടരാജ് കൊടുക്കുന്ന അവിടെ അയാൾ രാജിവെച്ചില്ലല്ലോ, ഇയാൾ രാജിവെച്ചില്ലല്ലോ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ പറയും, മുകേഷിനോട് കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചോ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും പറയാൻ പാടില്ല, ഇലക്ഷൻ കമ്മീഷനാണ്. മുകേഷിന്റെ അടുത്ത് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഒന്നും മിണ്ടരുതെന്ന്. അപ്പൊ 14 കഴിയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കഴിയുമല്ലോ, പറയാമല്ലോ കാര്യങ്ങൾ. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ട്രാപ്പ് ചെയ്യാൻ, പല രൂപത്തിൽ ഉപദ്രവിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, പല ന്യായങ്ങൾ പറഞ്ഞ് പല രൂപത്തിൽ സ്ത്രീകളെ അവരുടെ അനുവാദമില്ലാതെ ട്രാപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ അവരെ പറ്റിക്കുന്ന ഒരു രീതി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റൂ. ഈ ഷഹനാസ് എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത് അല്ലെങ്കിൽ വനിത പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിനോ ഷാഫി പറമ്പിലോ അങ്ങനെയുള്ള നേതാക്കൾക്കോ വഴങ്ങി കൊടുക്കുന്ന സ്ത്രീകൾക്ക് വലിയ അവസരം കൊടുക്കുമല്ലോ. വഴങ്ങാത്ത സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. എത്ര കാലം അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റും? അത് കോൺഗ്രസിൽ ഇതാണ് സ്ഥിതി. CPM-ൽ ഇതുപോലത്തെ കഥകൾ കേൾക്കുന്നുണ്ടല്ലോ. എത്ര കഥകളാണ് ഇതുപോലെ വരുന്നത്? അതിനിടയ്ക്കാണ് ഇന്നലെ CPM-ന്റെ ഒരു വനിതാ നേതാവ് കൊല്ലത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ്, ചെറിയ പീഡനവും വലിയ പീഡനം. അതെന്ത് പീഡനമാണ്? ചെറിയ പീഡനം പിന്നെ വലിയ പീഡനം, അതെന്ത് പീഡനമാണ്? പീഡനത്തിന് അങ്ങനെയുണ്ടോ? ചെറുത് വലുത് ഇങ്ങനെയുണ്ടോ പീഡനത്തിന്? ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നോ ഉപദ്രവിച്ചെന്നോ ഒക്കെ പറയുന്ന പെൺകുട്ടിയാണ് പരാതി പറയുന്നത്. അപ്പൊ മുകേഷിനെതിരെ പരസ്യമായ ഒരു പെൺകുട്ടി വന്ന് കോടതിയിൽ പോയും പറയുകയും ചെയ്തപ്പോൾ അതിന് മുകേഷിനെതിരെ കേസ് വന്നപ്പോൾ പറഞ്ഞാൽ അത് ചെറിയ പീഡനം, ലഘു പീഡനം. പറയുന്നത് ആരോ സ്ത്രീയാണ്. അപ്പൊ സ്ത്രീകളായാലും നമ്മൾ വേറൊരു പേര് പറയും. ഞാൻ കൊല്ലത്തെ വനിതാ സ്ത്രീ അല്ല പറയുന്നത്, നീ അവരെന്നോട് പിണങ്ങരുത്. നമ്മൾ സ്ത്രീകളെ കുറിച്ച് വേറൊരു പേര് പറയും. ഏതൊരു പുരുഷൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് പറയാറുണ്ട്. ആ സ്ത്രീക്ക് മാമി എന്നാണ് നമ്മൾ കളിയാക്കി പറയുന്നത്. അപ്പൊ മാമിമാർ ഒരുപാടുണ്ട് ഇവിടെ. മാമിമാരാണ് മരുമക്കളെ ചെറുമക്കളെ കൂട്ടിക്കൊടുക്കുന്നത്. അപ്പൊ കൂട്ടിക്കൊടുപ്പുകാരുടെയും കൂടക്കിടപ്പുകാരുടെയും ഒരു നാടായി, ഒരു പ്രദേശമായി കേരളത്തിലെ പൊതുരംഗവും രാഷ്ട്രീയ രംഗവും മലീമസമാവുകയാണെങ്കിൽ അത് ഗൗരവമായി ചർച്ച ചെയ്യണം. ഇവിടുത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. സുധീരനെ പോലെയുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വേറെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള സുധീരനെ പോലെയുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പോരാ. ശക്തമായ ശബ്ദം പാർട്ടികൾക്കകത്ത് നിന്ന് ഉയരട്ടെ, പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ.